ഗൈസ്, വെൽക്കം ബാക്ക് ടു ആഷീസ് ഐസ് വേൾഡ്. ആഷീസ് ഐസ് വേൾഡിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് ആവാന്ന വീഡിയോ. ഇപ്പോൾ ഞങ്ങൾ ബെല്ലേനെ കുളിപ്പിക്കാൻ തോട്ടിൽ വന്നേക്കാണ്. ഞാനും അമ്മയും, ഞാനും അമ്മുമ്മയും ദേവും പിന്നെ ആഷ്മിയും നന്ദുവും കൂടെ ഇരിക്കുക. അവിടെ 2-3 ആമ്പൽ നിൽക്കുന്നു. അതെങ്ങനെയും പിച്ചണമെന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് ഇറങ്ങാൻ ഒക്കത്തില്ല, കാരണം കാല് പൊതഞ്ഞു പോകും, ചെളിയായിരിക്കും. ബെല്ലേനെ കുളിപ്പിക്കാനാണ് വന്നത്. അപ്പോൾ അമ്മൂമ്മ ബെല്ലേനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചുമ്മാ ഇവിടെ രണ്ടുപേരും അടിയിട്ട് പിണങ്ങിയിരിക്കുവാണ് ഗൈസ്. നിങ്ങൾ തന്നെ പറയൂ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെപ്പറ്റി? അപ്പോൾ ഗൈസ്, ഇവിടെ ഇന്ന് പുട്ടും പഴമായിരുന്നു രാവിലെ കഴിക്കാനായിട്ട്. ഇവക്ക് കറുത്തിരിക്കുന്ന പഴം ഇഷ്ടമല്ല, അതുകൊണ്ട് ഇവിടെ പഞ്ചസാര ഇട്ട കഴിച്ച അതിന് അമ്മച്ചി ഇവിടെ ചുമ്മാതാ ഗൈസ്. എനിക്ക് കറുത്തിരിക്കുന്ന പഴം ഇഷ്ടം. ഞാൻ പുട്ട് കഴിച്ചാൽ പോലെ ഇപ്പം എന്തു ആയാലും. ഞാൻ കറുത്ത പഴം എനിക്കിഷ്ടമല്ലത്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് ട്യൂഷന് പോവാം. അപ്പം ഗൈസ്, ഞാൻ ട്യൂഷനൊക്കെ പോയിട്ട് വന്ന് അകത്ത് ദേവ് ട്യൂഷന് പോകാനുള്ള ഒരു ബഹളവും തിരക്കുമാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ലഞ്ചിന് ഇന്ന് നല്ല സൂപ്പറായിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ദേവുവിന് തൃശ്ശൂർ കൊണ്ടുപോകാനായിട്ട് അമ്മ ഇലക്കകത്ത് പൊതിയുവാണ്. ബിരിയാണി ദമ്മ ഉണ്ടാക്കിയത്. എൻ്റെ അമ്മ ഒരു സംഭവമാണ്. കുഞ്ഞരി അവൻ്റെ മുള ഉണ്ടാക്കിയില്ലേ അമ്മ? വേഗം വേഗം. കുറച്ച് മുമ്പ് ആലോചിക്കണമായിരുന്നു. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഉയ്യൂടാ, ദമ്മാണ് ഉണ്ടാക്കിയത്. പേപ്പർ, ന്യൂസ് പേപ്പർ. ചിക്കൻ വേണ്ടായിരുന്നു നിനക്ക് കൊണ്ടുപോകാനേ. പൊതിച്ചോറ് പോലത്തെ പേപ്പർ വേണമെന്ന് അറിയാത്തൊരു സാധനം. എനിക്ക് വിളമ്പ പെട്ടെന്ന് വിളമ്പ്. അമ്മ കുറേ നാൾക്ക് ശേഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ്ട് ഞാൻ എൻ്റെ പാത്രം നിറച്ചിട്ടുണ്ട്. ചോറിനെക്കാട്ടിലും കൂടുതൽ ചിക്കൻ എടുത്തിട്ടുള്ളൂ. എനിക്ക് ചിക്കൻ ചുമ്മാ മേടിച്ചതിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരുത്തി കണ്ട് വെപ്രാളപ്പെട്ട് തിന്നുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തെ റെഡി ആയിരുന്നെങ്കിൽ സമാധാനത്തോടെ തിന്നിട്ട് പോയിക്കൂടായിരുന്നു. ദേവുവിന് പൊതി കിട്ടുന്ന കണ്ടിട്ട് ഇപ്പം ആഷ്മിക്കും വേണമെന്ന് പറഞ്ഞ് കെറിച്ചിരിക്കുക അവിടെ. ദേഷ്യം കേട്ട ടേസ്റ്റ് ഉണ്ടോ? ഇല്ല. ടേസ്റ്റ് ഉണ്ടോ? അവർക്ക് ടേസ്റ്റ് എപ്പോഴും കാരണം ടേസ്റ്റ് അറിയാൻ പറ്റില്ല. എന്തോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേന്ന്. ഇത്ര കെറുണ്ടോ? അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു, കുറച്ച് തോനെയും കഴിച്ചിരുന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ടി വിയും കണ്ട്, പിന്നെ ആർട്ട് ഫെസ്റ്റിനൊക്കെ ഉള്ള കുറച്ച് നേരം ഡാൻസും പ്രാക്ടീസ് ചെയ്തു. പിന്നെന്താ, ഇപ്പോൾ വൈകുന്നേരമായി, സമയം 4 മണിയൊക്കെ കഴിഞ്ഞ്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചായ കുടിക്കുന്ന പതിവില്ല വൈകുന്നേരം. പക്ഷെ ഞാൻ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു പുതിയ തരം സ്നാക്സ്, പരം പുണക്കിയിരിക്കുന്നു. അവരാന്ന് പറയുന്ന ഒരിത് നോക്കുന്നത്. അവരാന്ന് പറയുന്ന സാധനം, ഒരു പഴത്തിൻ്റെ ഷേപ്പൊക്കെ. ടേസ്റ്റ് ഇതിനൊരു മധുരം, എനിക്ക് ശർക്കരയാണെന്ന് തോന്നുന്നത്. ഒരു ശർക്കരയ്ക്കത് ഡിപ്പ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനെന്താ നാളെ എനിക്ക് പരീക്ഷയുണ്ട് സോഷ്യൽ സയൻസിൻ്റെ. അപ്പോൾ അതിനൊക്കെ പഠിച്ച് വെച്ചേക്കുവാണ്. ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ കുളിക്കണം, വിളക്ക് കത്തിക്കണം, പഠിക്കണം, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.